കൃപാസനം, കൃപകളുടെ വാസസ്ഥലം, വാഗ്ദാന പേടകം, മരിയൻ ഉടമ്പടി, കൃപാസന പത്രം. വി പി ജോസഫ് അച്ഛൻ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഭക്തി നിർഭരമായി പ്രാർത്ഥനയിലായിരിക്കുന്നു. അമ്മ വന്ന് അച്ഛനോട് പറഞ്ഞു, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛനോട് ചേർന്ന് അമ്മയുടെ കരം ഗ്രഹിച്ച് മരിയൻ ഉടമ്പടി സ്വന്തമാക്കി ദൈവീക ഉടമ്പടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയിലാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസം അവസാന ഞായറാഴ്ച ഒരു വലിയ ജപമാല തീർത്ഥാടന യാത്ര നടത്താറ്. ദൂരം 13 കിലോമീറ്റർ. പ്രിയമുള്ളവരെ, അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 3 ലക്ഷത്തിലും അധികമാണ്. അങ്ങനെയെങ്കിൽ 3 ലക്ഷം വ്യക്തികൾ 10 ജപമാല വെച്ച് ഒന്നെണ്ണി നോക്കി. അവിടെ നിലനിൽക്കുന്ന മരിയൻ ഉടമ്പടി, കൃപാസന പത്രത്തിന്റെ വിതരണം, ഇവയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകൾ നാം കേട്ടിട്ടുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലിന്റെ ദുരനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാ ഈ വി പി ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത്. ആരോടും പരാതിയില്ലാതെ പരിശുദ്ധ അമ്മയെ പോലെ കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നും ഇന്നും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഈ അച്ഛൻ്റെ ആ ഒരു ജീവിതം കാണുമ്പോൾ പിന്നെ എങ്ങനെയാ അച്ഛൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെടാതിരിക്കുക? പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ വലിയ ഉടമ്പടിയിലേക്ക് നടന്നെടുക്കുവാൻ ഈ അച്ഛൻ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമോ ഒരു മുഖവുരയുടെ ആവശ്യകതയോ ഇല്ലാത്ത ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കൃപാസനം, കൃപകളുടെ വാസസ്ഥലം, വാഗ്ദാന പേടകം, മരിയൻ ഉടമ്പടി, കൃപാസന പത്രം. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വിശ്വാസികളായ മക്കൾ നെഞ്ചിലേറ്റി അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ദൈവീക ഉടമ്പടിയിലേക്ക്, മരിയൻ ഉടമ്പടിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ലോകത്തുള്ള ഓരോ മലയാളിയും ഈ കൃപാസന ആലയത്തെ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. 2004 ഡിസംബർ മാസം 7-ാം തീയതി ഈ കൃപാസനത്തിന്റെ ഡയറക്ടർ അച്ഛനായ വി പി ജോസഫ് അച്ഛൻ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഭക്തി നിർഭരമായി പ്രാർത്ഥനയിലായിരിക്കുന്നു. അമ്മ വന്ന് അച്ഛനോട് പറഞ്ഞു, മകനെ, വലിയൊരു ദുരന്തം തീരത്തെ ആക്രമിക്കാൻ പോകുന്നുണ്ട്. സാക്ഷ്യം വഹിച്ചു ഡിസംബർ 26-ാം തീയതി സുനാമി എന്ന ദുരന്തത്തിന്. പിന്നീട് അങ്ങോട്ട് അച്ഛൻ കുറച്ചുകൂടെ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയായി. ആ യാത്രയിൽ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛനോട് ചേർന്ന് അമ്മയുടെ കരം ഗ്രഹിച്ച് മരിയൻ ഉടമ്പടി